ഹലോ ഗൈസ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു പേര് ജാപ്പനീസ് ജെല്ലി കോഫി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. എനിക്കിത് കുടിക്കാൻ നല്ലൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയാട്ടോ. അതിനു വേണ്ടി ബ്രൂ എടുത്തിട്ടുണ്ട്, ജലാറ്റിൻ, പാല്, മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം, പഞ്ചസാര. ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്തത് വെച്ചാൽ കുറച്ച് പാലെടുത്തിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്താ വെച്ചാൽ പിള്ളേർക്ക് എല്ലാവരും കൊടുക്കണോണ്ട് എനിക്കൊരു പേടിയാണ്. നമ്മൾ കാച്ചിയ പാലാകുമ്പോൾ നമുക്കൊരു സേഫ്റ്റി അല്ലേ. അപ്പോൾ അതുകൊണ്ട് പാലൊന്ന് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ജലാറ്റിൻ ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ചാൽ മതി കേട്ടോ, തോനെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ആ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മേടിച്ചിട്ടുള്ള ബ്രൂവ് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുണ്ട്. ഞാനൊരു 2 രൂപയുടെ പാക്കറ്റിൽ ഒരു 4 എണ്ണാട്ടോ എടുത്തിട്ടുള്ളത്. ബ്രൂ കോഫി അങ്ങനത്തെ ഈസ്റ്റേൺ കോഫികൾ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. സാധാ കോഫീനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ കോഫി കേട്ടോ. അപ്പോൾ അതൊന്ന് ആ പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജലാറ്റിൻ ഞാനൊരു 1.5 ടീസ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ സാധനങ്ങളൊന്ന് കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിന് 1.5 ജലാറ്റിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ ഇവിടെ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്തിട്ടൊന്ന് ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കോഫിയും ജലാറ്റിനും പഞ്ചസാരയും കൂടിയിട്ടൊന്ന് മിക്സ് ആവണത്. അതിലോട്ട് നമ്മൾ നേരത്തെ തിളച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ജലാറ്റിനൊന്ന് മിക്സ് ആകുമ്പോൾ അടിയിൽ ഇങ്ങനെ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ അടിയിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വന്നിരുന്നു, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മളുടെ മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എത്രയാണോ നമ്മളെടുക്കുന്ന ഗ്ലാസിൻ്റെ അളവിനനുസരിച്ചിട്ട് പാലെടുക്കുക കേട്ടോ. ഞാൻ ചെറുതല്ല, അത്യാവശ്യം കുറച്ച് വലിയൊരു ഗ്ലാസിൻ്റെ ജാറാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്രഷ് ക്രീമും പാലും മിൽക്ക് മെയ്ഡും ഒന്ന് മിക്സ് ആവുന്ന വിധം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ എല്ലാവരും കഴിക്കുന്നത് കാണുമ്പോഴും അപ്പോൾ നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കി നോക്കണം. ഫസ്റ്റത്തേന് തന്നെ സക്സസ് ആയി. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളെ മിക്സ് ആ ചൂടോടക്കനെ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഒരു അരമണിക്കൂറാണ് ഞാൻ വെച്ചത്. അരമണിക്കൂറായില്ലെങ്കിൽ കുറച്ചും കൂടി ടൈം കൂട്ടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ വയ്ക്കുക. ജലാറ്റിൻ ഇത്രയോട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ജലാറ്റിനും കോഫി പൗഡറും ആയിട്ടുള്ള മിക്സ് ആട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, താഴത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ജലാറ്റിൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നല്ല ജെല്ലി പോലെ ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പാലൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തണുത്ത പാലിൽ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാട്ടോ നമുക്ക് കിട്ടുക. അടിയിലോട്ട് നമ്മുടെ പാല് തീരെ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ താഴത്തോട്ട് കൊത്തി കൊടുക്കുമ്പോൾ നമ്മുടെ പാല് മൊത്തം താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു നമ്മുടെ ബോബോ ടീ ഇല്ലേ, ബോബോ ടീ എന്നല്ലേ പറയുക, ആ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പോലെ ഉണ്ട് കേട്ടോ. പിന്നെ കോഫി ലവേഴ്സിന് നന്നായിട്ട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കോഫി ലവേഴ്സ് നന്നായിട്ടിരിക്കും. പിന്നെ കോഫി ഇഷ്ടമില്ലാത്തവർക്ക് വലിയ ഇഷ്ടമൊന്നും ആവില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താലാണ് ആ ജലാറ്റിൻ്റെ മിക്സ് നമ്മുടെ പാലിലോട്ട് സെറ്റ് ആവുള്ളൂ. ഫസ്റ്റ് സെറ്റ് ആയതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് കോരി കുടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിമ്പിളാണ്.
നമ്മൾ ജലാറ്റിൻ മാത്രം നമുക്ക് മേടിച്ചാൽ മതി, ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.